സോ ഹേ ഗൈസ് വെൽക്കം ടു ശിവ യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. പുതിയവരോട് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരി നാൾ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു വീഡിയോ കേട്ടോ. ഇതുപോലൊരു കോമ്പിനേഷൻ ചെയ്ത് കാണിക്കണം ഒത്തിരി നാൾ കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് ഇതുവരെ വർക്കൊന്നും വന്നില്ലായിരുന്നു. ഇന്ന് വന്നു. സോ നമ്മൾ അത് വെച്ചിട്ട് സെറ്റ് ചെയ്യുവാണ്. സംഭവം കുറേ പേരായിട്ട് എൻ്റെ ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ എന്നാ പറയുക RTRൻ്റെ ഡിസ്ക് സെറ്റ് ചെയ്യുമ്പോൾ RTRൻ്റെ നമുക്കറിയാമല്ലോ എല്ലാ അലവൻ വീലർ വരുന്നത്. സോ അതിൻ്റെ ഹബ്ബ് നമുക്ക് എന്നാ പറയണ്ടേ നമ്മുടെ ഫിയർ F2ൻ്റെ ഹബ്ബ് എടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എല്ലാവർക്കും അറിയാം. അപ്പം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക ബ്രോ. നമുക്ക് എപ്പോഴും ഫിയർ F2ൻ്റെ ഹബ്ബ് കിട്ടുന്നതാണ് കൊടുക്കത്തെ വിലയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ RX-ലാണ് സെറ്റ് ചെയ്യുന്നത്. RX 135ലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ നമ്മുടെ RTRൻ്റെ ഒരു സ്റ്റോക്ക് സ്റ്റമ്പാണ് കയറ്റി വെച്ചേക്കുന്നത്. നമ്മൾ ലെഫ്റ്റ് റൈറ്റിൽ എയർ ഫിറ്റാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. എയർ ഫിറ്റാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് കയറ്റി കാണിക്കും. സംഭവം ഉണ്ടല്ലോ, സംഭവം എയർ ഫിറ്റാണ്. അപ്പം ഇതിൻ്റെ ഹബ്ബ് ഫിയർ F2 അല്ലാതെ വേറെ എന്ത് ചെയ്യാമെന്നുള്ളത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഇപ്പോൾ ചാനൽ പുതിയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള കണ്ടൻസ് ആണ് വരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോട്ട് പോകാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റമ്പ് എന്ന് പറയുന്നത് RTRൻ്റെ സ്റ്റമ്പാണ്. അപ്പം നമ്മൾ ഹബിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന പൾസർ 150 ഹബിലാട്ടോ. നമ്മൾ പൾസർ 150 ഹബിലാണ് ചെയ്യുന്നത്. ഇത് ഫിയർ F2 ഹബിന് ആവശ്യം ഇനി ഇല്ല. നമ്മൾ പൾസർ 150 ഹബിൽ തന്നെ നമുക്ക് ഇനി RTR ഡിസ്കസ് സെറ്റ് ചെയ്യാൻ ചെയ്യാം. അത് ഓൾറെഡി നമ്മൾ അഡാപ്റ്ററിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ നമ്മുടെ പൾസറിൻ്റെ സ്റ്റമ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ പൾസറിൻ്റെ സ്റ്റമ്പിന് പകരം RTRൻ്റെ സ്റ്റമ്പിന് ചെയ്താൽ നമ്മുടെ സ്പെഷ്യൽ അഡാപ്റ്റർ വെച്ചിട്ടാണ്. ഞാൻ അഡാപ്റ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിത് കണ്ടല്ലോ, നമ്മുടെ RTRൻ്റെ അഡാപ്റ്റർ വെച്ച് മുറുക്കിയിട്ടുണ്ട്. സംഭവം പൾസർ 150യുടെ അഡാപ്റ്റർ നമ്മൾ ലൈറ്റിൽ കൊടുത്ത് വർക്ക് ചെയ്ത് RTR ആക്കി എടുത്തതാണ്. സംഭവം ഒടിഞ്ഞു പോകുമെന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട. നമ്മൾ കുറേ എണ്ണം ചെയ്ത് കഴിഞ്ഞ് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്കയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ലങ്കി സെറ്റാണ് മുറുക്കിയേക്കുന്നത്. ഇനി ഇതിൽ ഡിസ്ക് ലൈറ്റ് വെച്ച് മുറുക്കിയിട്ട് നമുക്ക് നേരെ വണ്ടി കയറ്റാം. ഫ്രണ്ട് സെക്ഷൻ കയറ്റി ഞാൻ പറഞ്ഞാലല്ലോ, നമ്മൾ ഈ സൈഡിൽ സ്പേസർ ഇച്ചിരി കട്ട് ചെയ്യേണ്ടി വന്നു. അത് കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെ നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ ആ പിന്നിങ് ബോക്സ് വെച്ചിട്ടേ ഉള്ളൂ. കാലിപ്പർ ഡയറക്റ്റ് സൂട്ടാണ്, ബട്ട് ഇതിനകത്ത് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ആ ബാക്ക് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. അപ്പം അതാണ് ആ ഒരു ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ. ഒറിജിനൽ RTRൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി ആണ് അതുപോലെ തന്നെ ഇരിക്കും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നും. ഇനി പമ്പ് ചെയ്യണം, മൾഗാർഡ് സെറ്റ് ചെയ്യണം. എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അതുപോലെ നമ്മുടെ RX-ൻ്റെ ഫ്രണ്ടിലത്തെ വർക്ക് ഓൾമോസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി മൾഗാർഡും കാര്യങ്ങളും കയറ്റി വെച്ചാൽ മതി. മൾഗാർഡ് കയറ്റി വെച്ചിട്ട് ഞാൻ ഫൈനൽ ഔട്ട്ലുക്ക് കാണിച്ചു തരാം.